ഇന്ന് ഞാൻ ഇവിടെയുള്ള സംഘാടകരോട് ചോദിച്ചു, ഇവിടെ ഓൺലൈൻ ഉണ്ടോ, ലൈവ് കൊടുക്കുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്, നമ്മുടെ കൂട്ടുകാരന്റെ ലൈവ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇതുപോലെ പ്രഭാഷണങ്ങൾ പകർത്തുകയും അതേ നമ്മളെ ധാരാളം ആളുകൾക്ക് ശ്രദ്ധിക്കാനും കേൾക്കാനും അവസരം ഒരുക്കുകയും ചെയ്ത ഓൺലൈൻ പ്രവർത്തകനായിരുന്നു പ്രിയപ്പെട്ട മുഹമ്മദ് സഈദ്. മുഹമ്മദ് സഈദ് ഒരു പരിപാടിക്ക് എന്റെ സ്ഥാപനത്തിൽ വന്നു. സുബ്ഹാനല്ലാഹ്, ഈ സാങ്കേതിക വിഷയങ്ങൾ ചെറിയ തകരാറ് സംഭവിച്ചു. ഓൺലൈൻ കൊടുക്കുന്നിടത്ത് ചെറിയ പ്രയാസം നേരിട്ടു. എന്നോട് അദ്ദേഹം പോകുന്ന സമയത്ത് പണം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എത്രയാണ് പണം തരേണ്ടത്? ക്ലാരിറ്റി കുറഞ്ഞിട്ടുണ്ടല്ലോ, ഇടയ്ക്ക് സ്റ്റക്ക് വന്നിട്ടുണ്ടല്ലോ, പരിപാടി ഭംഗിയായിട്ട് നമുക്ക് സംരക്ഷണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ആ സമയത്ത് ആ കൂട്ടുകാരൻ, ഉസ്താദ് എങ്ങെന്താണ് ഇത് പറയാൻ കാരണം? അത് എന്റെ കുഴപ്പമില്ലല്ലോ, അത് ബൾബ് വീസായത് കൊണ്ടാണല്ലോ, കരണ്ട് പോയത് കൊണ്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അല്പം സംസാരിച്ചിരുന്നു. അതേ, മരിക്കുന്നതിന്റെ കുറച്ചു മുമ്പ് എന്നെ വിളിക്കുകയാണ്, എനിക്ക് ഉസ്താദിനെ കാണണം. ഞാൻ പറഞ്ഞു, സൗകര്യം പോലെ വരാം. അതാ ഒരു മെസ്സേജ് വരുന്നു, ഉസ്താദേ, ഞാനൊരു വലിയ രോഗത്തിന് അടിമയായിട്ടുണ്ട്. ഞാനന്ന് ഉസ്താദിന്റെ സ്ഥാപനത്തിൽ വന്ന് ലൈവ് കൊടുത്തപ്പോൾ ഞാൻ ഉസ്താദിനോട് കുറഞ്ഞ സമയം സംസാരിച്ചു പോയി. ചിലപ്പോൾ ആ സംസാരം ഉസ്താദിന്റെ മനസ്സ് വേദനിപ്പിച്ചു കാണും. ഈ രോഗത്തിൽ ഞാൻ മരിക്കുമെന്നാണ് തോന്നുന്നത്. എന്നോട് വല്ലതും വെറുപ്പുകൾ മനസ്സിലുണ്ടെങ്കിൽ അതെനിക്ക് പൊരുത്തപ്പെട്ടു തരാനാണ് ഞാൻ വരാൻ ആവശ്യപ്പെട്ടത്. സുബ്ഹാനല്ലാഹ്, മെസ്സേജ് കണ്ടപ്പോൾ എന്റെ കൂട്ടുകാരനെയും കൊണ്ട് ഞാൻ ആ കൂട്ടുകാരൻ ആശുപത്രിയിലുള്ളപ്പോൾ കാണാൻ ചെന്നു. മജ്‌ലിസ് കഴിഞ്ഞ് രാത്രിയായിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ ഉറങ്ങിയിട്ടില്ല, കാത്തുകിടക്കുകയാണ്. സഈദിനോട് ഞാൻ പറഞ്ഞു, മോനെ വിഷമിക്കണ്ട, അതൊക്കെ മനുഷ്യ സഹജമല്ലേ, സാധാരണഗതിയിൽ ഉണ്ടാകുന്നതല്ലേ, അതൊന്നും മനസ്സിൽ വെക്കാറില്ല. എന്നോട് പറഞ്ഞു, എന്റെ കൈപിടിച്ചെനിക്ക് മനസ്സറിഞ്ഞ് പൊരുത്തപ്പെട്ടു തരണം. ഈ രോഗത്തിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ കഴിയുമോ എന്നറിയില്ല. ഞാൻ പറഞ്ഞു, മോനെ, ഈ രോഗം അല്ല ഒരുപാട് ആളുകൾക്ക് കൊടുത്തിട്ടില്ലേ? പലരും പെട്ടെന്ന് മരിക്കുമെന്ന് നമ്മൾ കരുതിയവരില്ലേ? ഇന്നും അവരെ ആരോഗ്യത്തോടെ ജീവിക്കുന്നില്ലേ? അതുകൊണ്ട് നല്ല സബറുണ്ടാകണം, ഈമാൻ ഉറപ്പിക്കണം, സ്വലാത്ത് പതിവാക്കണം. അതേ, മരിച്ചാലും മരിച്ചില്ലെങ്കിലും നല്ല നസൂഹായ തൗബ ചെയ്ത് എപ്പം മരണം വന്നാലും മരിക്കാൻ ഒരുങ്ങി നിൽക്കണം. സുബ്ഹാനല്ലാഹ്, അങ്ങനെയാണല്ലോ നമ്മൾ രോഗികളെ സമീപത്ത് ചെല്ലുമ്പോൾ തൗബ ചെയ്യാൻ പ്രേരിപ്പിക്കണം. ദിക്റ് ചൊല്ലി കൊടുക്കണം, ദിക്റ് ചൊല്ലി കിടക്കാൻ പറയണം. മുഷിപ്പുണ്ടാകുന്ന വർത്തമാനങ്ങൾ പറയരുത്. അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന നിലയ്ക്ക് നമ്മൾ ഒരു പ്രയോഗവും നടത്തരുത്. സുഹൃത്തുക്കളെ, മുഹമ്മദ് സഈദ് എന്ന ചെറുപ്പക്കാരൻ, ഞാൻ ആ ചെറുപ്പക്കാരന് ഖുർആനോദി സ്വലാത്തു ചൊല്ലി ദിക്റ് ചൊല്ലി ഓതി കൊടുക്കുമ്പോൾ രണ്ട് കണ്ണുമതാ നിറഞ്ഞൊലിക്കുകയാണ്. കണ്ണുനീരങ്ങ് കൈവിരൽ കൊണ്ട് തുടച്ചു നീക്കിക്കൊടുത്തപ്പോൾ വീണ്ടും കരയുകയാണ്. ഞാൻ വേഗം അതേ ഖുർആൻ ഓതി സ്വലാത്ത് ചൊല്ലി ദിക്റ് ചൊല്ലി ഓതിക്കൊടുത്ത് സമാധാനിപ്പിച്ചു വേഗം അകത്തിരുന്ന് പുറത്തേക്ക് വന്നു. കാരണം എന്റെയും നിയന്ത്രണം വിട്ടുപോകുമെന്ന് തോന്നി. ആ
ആരോഗ്യമുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ 26, 27 വയസ്സുള്ള സമയം. ആ ചെറുപ്പക്കാരൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇന്നാ ലില്ലാഹ്, അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്തു പോയി. അല്ലാഹ്, ഖബർ നീ സ്വർഗീയ തോപ്പാക്കി കൊടുക്കണം റഹ്മാനേ, ഞങ്ങളെയും അവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞ ഇൽമിന്റെയും ഞങ്ങൾ കേൾക്കുന്ന ഇൽമിന്റെയും ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയ മജ്ലിസിന്റെയും മിസ്ലു സവാബ് ഞങ്ങളെ ശഹീദിന്റെ റൂഹിലേക്ക് ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ബാപ്പ ഉമ്മാക്കും സഹോദരനും നല്ല ക്ഷമ നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും പെട്ടെന്നുള്ള മരണം തരല്ലേ അല്ലാഹ്. മാരക രോഗങ്ങൾക്ക് ഞങ്ങൾ ആരെയും അടിമപ്പെടുത്തരുതേ അല്ലാഹ്. ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യണം. ഓ സുഹൃത്തുക്കളെ, മരണം അല്ലാഹ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. എപ്പോൾ ആ മരണം സംഭവിക്കുമെന്ന് അല്ലാഹു മുൻകൂട്ടി നമുക്ക് വിവരം തരാതിരുന്നത് അല്ലാഹു നൽകിയ വലിയ കരുണയാണ്. നാളെ മരിക്കുന്ന ഞാൻ ഇന്ന് ഇവിടെ വഅദ് പറയാനെത്തുമോ? അതെ, 2 ദിവസം കഴിഞ്ഞാൽ മരിക്കുമെന്ന വിവരം ലഭിച്ചാൽ വഅദ് കേൾക്കാൻ സദസ്സിൽ ആരെങ്കിലും വരുമോ? നമ്മുടെ മക്കളുടെ ഉപജീവന മാർഗങ്ങൾ തേടിപ്പിടിക്കാൻ രക്ഷിതാക്കൾ ഇറങ്ങിത്തിരിക്കുമോ? മരണം ഫിക്സണാണ്. മരണം അല്ലാഹ് തീരുമാനിച്ചതാണ്. അതിന്റെ മാസവും അതിന്റെ സമയവും ദിവസവും അല്ലാഹു ഫിക്സ് ചെയ്തതാണ്. അല്ലാഹുവേ, നല്ല ഒരു മാസവും നല്ല ഒരു ദിവസവും നല്ല ഒരു സമയവും ഞങ്ങൾക്ക് ഈമാനോടുകൂടിയുള്ള മരണവും പ്രദാനം ചെയ്യണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ്, അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലികുല്ലി ഇൻസാനിൻ സലാസത്തു അഖില്ലാ, ഏത് മനുഷ്യനും 3 ചങ്ങാതിമാരുണ്ട്. അതിൽ ഒന്നാമത്തെ ചങ്ങാതി, ആ ചങ്ങാതി മനുഷ്യനോട് പറയുന്നു, മാ അൻഫഖ്ത ഫലക വമാ അംസക്ത ഫലൈസ ലക, ഓ മനുഷ്യ, നീ ചെലവഴിച്ചതെന്തോ അത് നിനക്ക് ലഭിക്കാനുള്ളതാണ്. നീ ചെലവഴിക്കാതെ മാറ്റിവെച്ചതെന്തോ അത് നിനക്ക് ലഭിക്കുന്നതല്ല. അത് ഏതാണ് ആ ചങ്ങാതി? അത് മനുഷ്യന്റെ സമ്പാദ്യമാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഇമ്മാ ഖലീലുൻ ഫയഖൂൽ, രണ്ടാമത്തെ ചങ്ങാതി, ആ ചങ്ങാതിയുടെ സംസാരം, മനമഅക്, ഞാൻ നിന്റെ കൂടെയുണ്ട് മനുഷ്യ, ഫഇദാ അതൈത ബാബൽ മലികി തറക്തുക വറജഅതു, ഈ രാജാവിന്റെ കവാടത്തിന്റെ പരിസരത്തെത്തുമ്പോൾ നീ മാത്രമേ രാജാവിന്റെ മുന്നിലേക്ക് പോകാനുണ്ടാവുകയുള്ളൂ. കൂട്ടുകാരനായ ഞാൻ നിന്നെ ഉപേക്ഷിച്ച് തിരിച്ചു പോരുന്നതാണ്. അത് മനുഷ്യന്മാരുടെ കൂട്ടുകുടുംബങ്ങളാണ്, കൂട്ടുകാരാണ്. വൈമ്മാ ഖലീലുൻ, മൂന്നാമത്തെ കൂട്ടുകാരനാരാണെന്നറിയുമോ? ഫയഖൂലു, ആ മൂന്നാമത്തെ കൂട്ടുകാരൻ പറയുന്നു, അന മഅക ഹൈതു ദഖൽത വഹൈതു ഖറജ്തുക വഹൈതു ഖറജ്ത, നീ എവിടേക്ക് പുറപ്പെടുകയാണെങ്കിലും, നീ എവിടേക്ക് പ്രവേശിക്കുകയാണെങ്കിലും ഞാൻ നിന്റെ കൂടെയുണ്ട്. ഒരു കാരണവശാലും ഞാൻ നിന്നെ വേർപിരിയുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ നിന്നെ ഒഴിവാക്കൂല, ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. ഫദാക അമലുഹു. സുബ്ഹാനല്ലാഹ്.
മനുഷ്യനെ ഉപേക്ഷിച്ച് ഒറ്റപ്പെടുത്തിയിട്ട് പോകാത്ത ഒരു കൂട്ടുകാരനുണ്ടെങ്കിൽ അത് മനുഷ്യൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ മാത്രമാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യൂസുഫ് സക്കാഫി നമ്മളെ വളരെ അടുത്ത സുഹൃത്താണ് മർക്കസിൽ നിന്ന്. പിന്നെ നമ്മളെ നാട്ടിന്റെ അടുത്താണ് അവര് സേവനം ചെയ്യുന്നത്. അല്ലാഹു അവരുടെ അഹ്ലിലും റിയാലിലും ഖിദ്മാത്തിലും ഖബൂലും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഉസ്താദിനോട് പൈസ വാങ്ങിയോ? അൽഹംദുലില്ലാഹ്. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അല്ലാഹു ദീർഘായുസ്സ് നൽകട്ടെ. ഒരുപാട് കാലം നമ്മുടെ ഈ നാടിന്റെ വെളിച്ചമായി അല്ലാഹു അങ്ങനെയുള്ളവർക്ക് ആയുസ് നീട്ടട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. അപ്പൊ നമ്മുടെ കൂട്ടുകാരെ ആരാണ് എന്ന് നമ്മൾ ആലോചിക്കണം. സുബ്ഹാനല്ലാഹ്. ബക്കറ്റ് വരുമ്പോൾ, സംഭാവന കൊടുക്കുമ്പോൾ എത്രയാണ് ഏറ്റവും അധിന തലത്തിലുള്ള ക്യാഷ് എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്, അല്ലെ? ചില്ലറുണ്ടെങ്കിൽ, ഒരു 10ന്റെ 20ന്റെ നോട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏറിപ്പോയാൽ ഒരു 50 ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, ആ ഒരു മനസ്ഥിതിയാണ് നമുക്കെങ്കിൽ നമ്മളെ കൂട്ടുകാരൻ നമ്മളോട് പറയുന്നുണ്ട്, നീ ചെലവഴിക്കാൻ മടി കാണിച്ച് നീ മാറ്റിവെക്കുന്നതുണ്ടല്ലോ നിന്റെ സമ്പാദ്യം, അത് നിനക്കുള്ളതല്ല. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നുണ്ട്, മനുഷ്യ, നിന്റെ സമ്പാദ്യത്തെ നീ വളർത്താതെ മറ്റുള്ളവരുടെ സമ്പാദ്യത്തെ വളർത്തുന്ന സ്വഭാവം നീ സൂക്ഷിച്ചോ. ഇമാം പറയുകയാണ്, ഏതാണ് നിനക്കുള്ള സമ്പാദ്യം? നീ അല്ലാഹു പൊരുത്തപ്പെടുന്ന മാർഗത്തിൽ ചെലവഴിക്കുന്ന സമ്പാദ്യമാണ്. മറ്റുള്ളവരുടെ സമ്പാദ്യം ഏതാണ്? ചെലവഴിക്കാതെ നിന്റെ അഹ്ലിന്, നിന്റെ ഇയാലിന് നീ മാറ്റിവെക്കുന്ന സമ്പാദ്യമാണ്. എത്ര ക്ലിയർ ആയുള്ള വർത്തമാനാണത്. ഇങ്ങനെ വലിക്കുന്നുണ്ട്. ഫാന് ലേശം കൊടുത്തിട്ട് നമ്മുടെയൊക്കെ അവസ്ഥ പരിശോധിക്കുമ്പോൾ ഇമാം പറഞ്ഞ സമ്പാദ്യം നമുക്കുണ്ടോ? നമ്മളുടെ സമ്പാദ്യം എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് സമ്പാദിച്ചു കൂട്ടുന്നത്? നമുക്ക് വേണ്ടിയിട്ടാണോ? നമുക്ക് വേണ്ടിയിട്ടുള്ള സമ്പാദ്യമാണെങ്കിൽ ചെലവഴിക്കുന്നിടത്തൊരു മടിയും കാണിക്കാൻ കഴിയില്ല. നമുക്ക് ഉപകരിക്കാത്ത സമ്പാദ്യങ്ങളാണ് നമ്മളിൽ പലരും സമ്പാദിച്ചു കൂട്ടുന്നത്. മരണത്തോടുകൂടി ആ സമ്പാദ്യത്തെ ഉപേക്ഷിച്ചു പോകേണ്ടതാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നല്ല സമ്പാദ്യം നീ നൽകുകയും ആ സമ്പാദ്യം നീ ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്യാനുള്ള തൗഫീഖും നീ നൽകണം റഹ്മാനേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, 3 കാര്യം ഏത് മനുഷ്യൻ മരിച്ചാലും അവനെ പിന്തുടരും. അതിൽ 2 തിരിച്ചു പോരും, 1 മാത്രമേ അവന്റെ കൂടെ പോകുന്നുള്ളൂ. കുടുംബവും സമ്പത്തും അതാ തിരിച്ചു പോരുന്നതാണ്. ഖബറിലേക്ക് കൂടെ പോരുന്ന ഒരേ ഒരു അമല്, അത് എന്റെയും നിങ്ങളുടെയും അമല് മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. ഖബറിലേക്ക് പോകുമ്പോൾ തെറ്റില്ലാത്തൊരു 2 റക്അത്ത് നിസ്കാരമുണ്ടോ? അല്ലാഹ് എന്ന ചിന്തയിൽ നിസ്കരിച്ച ഏതെങ്കിലും ഒരു റക്അത്ത് നിസ്കാരമുണ്ടോ? അല്ലാഹുവിന് വേണ്ടി മാത്രം നമ്മൾ നിർവഹിച്ച നോമ്പുണ്ടോ? ഓ ഉമ്മമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി ഖുദ്സിയായ ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന അദ്നാമ അസ്നഉ ബിൽ അബ്ദി, ഒരു അടിമക്ക് ഞാൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ ശിക്ഷ, ഇദാ ആസറ ശഹവതഹു അലാ ത്വഅതി, എന്റെ ത്വഅത്തിനേക്കാൾ ദേഹേച്ഛകളെ തെരഞ്ഞെടുത്താൽ, അൻ ഉഹരിമഹു ലദീദ മുനാജാതി, എനിക്ക് അവൻ ചെയ്യുന്ന ഇബാദത്തുകളിലുള്ള മാധുര്യം ഞാൻ അവർക്ക് കൊടുക്കൂല. ആരാധനകളിൽ ആത്മീയമായ ലഹരി ഞാൻ അവന് വിലങ്ങുന്നതാണ്. ഉസ്താദേ, നിസ്കാരത്തില് ഭക്തിയില്ലല്ലോ, ഖുർആൻ ഓതാൻ കഴിയുന്നില്ലല്ലോ, ദിക്ർ ചൊല്ലാൻ സാധിക്കുന്നില്ലല്ലോ, സ്വലാത്ത് എല്ലാ ദിവസവും പതിവാക്കാൻ കഴിയുന്നില്ലല്ലോ, എനിക്ക് ആത്മീയത ലഭിക്കുന്നില്ലല്ലോ, എനിക്ക് ഭക്തിയില്ലല്ലോ, എനിക്ക് മനസാന്നിധ്യം ലഭിക്കുന്നില്ലല്ലോ എന്ന പരാതിയുള്ളവരുണ്ടോ? തെറ്റുകുറ്റങ്ങൾ ചെയ്തപ്പോ മനുഷ്യ ദഹേച്ഛകൾക്ക് വഴിപ്പെട്ടപ്പോ നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നൽകിയ ഏറ്റവും താഴ്ന്ന ഒരു ശിക്ഷയാണ്, ഏറ്റവും ലഘുവായ ഒരു ഉഖൂബത്താണ്. നിന്റെ ഇബാദത്തുകളിൽ ഖൽബ് അറിഞ്ഞ് ഇബാദത്ത് ചെയ്യാൻ കഴിയുന്നില്ല എന്നത്, ഇബാദത്തിൽ ആത്മീയ മധുരം ലഭിക്കുന്നില്ല എന്നതെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. അല്ലാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരട്ടെ, നമ്മളെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരട്ടെ. ഇൽമിന്റെ മജ്ലിസുമാണ്, മഴ വർഷിക്കുന്നുണ്ട്, അപ്പൊ ദുആക്ക് ഇജാബത്ത് ഉണ്ടാവുന്നു. നിങ്ങൾ കുറച്ചും കൂടി കേറിയിരിക്കുക. ഈ 4 കസേര മാത്രം ഇവിടെ മുന്നിൽ നിന്നിട്ട് ഒരു സാറ് കിട്ടുന്നില്ല. വരി മുമ്പോട്ട് വരി. ബാക്കിൽ നിന്ന് ചിലപ്പോ അവിടെ മഴത്തുള്ളി വീണിട്ട് തളി തെറിക്കാനും സാധ്യതയുണ്ട്. ഞാൻ അങ്ങോട്ട് വരുമ്പം പറഞ്ഞ് സദസ് തുടങ്ങിയിട്ട് മഴ പെയ്താൽ ആരും പോകൂല സദസ്സിന്. അങ്ങനെ ഉണ്ട് അല്ലേ? സദസ് തുടങ്ങുന്നതിന്റെ മുമ്പ് മഴ പെയ്താലോ പൊരേന്ന് ആരും ഇങ്ങോട്ട് വരികയും ചെയ്യൂല. അധിക മനോഹര നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സ്വല്ലല്ലാഹ് അഗദിദയാലു ഹബീബുല്ലാഹ് ആമന്നാ ബിറസൂലില്ലാഹ് സ്വലത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ദോഷങ്ങളൊക്കെ ഞങ്ങൾക്ക് പുറത്തു തരണേ റഹ്മാനേ. നിസ്കാരത്തിലും നോമ്പിലും ഖുർആനോത്തിലും ദിക്ർ സ്വലാത്തിലും ഞങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ സൽക്കർമ്മങ്ങളിൽ നല്ല ഖുശൂഉം ഇഖ്ലാസും തരണേ അല്ലാഹ്. ആത്മീയമായ മാധുര്യം അനുഭവിച്ച് ഞങ്ങൾക്ക് നിനക്ക് ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്.